തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി എന്തായാലും ഒരു 2-3 മാസത്തേക്ക് 3-4 മാസത്തേക്ക് തന്നെ ആ ഗുസ്തി പഠിപ്പിക്കുന്ന സെറ്റപ്പൊക്കെ നിർത്തിപ്പോയി നടന്നു. നല്ല രസമാണ്. ഓക്കെ, സോ ഇത് വെങ്ങനൂര് എന്ന് പറയുന്ന സ്ഥലമാണ്, ആലത്തൂര്. വെങ്ങനൂരിനകത്ത് മാറ്റുമല എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ചുമ്മാ ഒരു ഡ്രൈവിന് ഇങ്ങനെ ഇറങ്ങിയതാണ്. നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ട്രാക്ക് പോലെയൊക്കെ, അപ്പുറത്ത് വീടുണ്ട്. ഓഫ് റോഡ് ട്രാക്ക് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല, കുറെ വീടുകളുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ചുമ്മാ അങ്ങോട്ടേക്ക് കയറ്റി നോക്കാം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കാണ്. എങ്ങനെയെങ്കിലും എടുക്ക്, പുറത്തേക്ക് ഇട്ടിട്ട് എടുക്ക്. കുറച്ചും കൂടെ പോകുമ്പോൾ അഡ്വഞ്ചർസ് ആവുന്നുണ്ടോ? വീടും വഴിയൊക്കെ വഴി എന്റെ ആയി ഗൈസ്. അപ്പൊ ഈ വണ്ടി എങ്ങനെ തിരിക്കും? ഇല്ലടാ, വഴി ഇതേ പിന്നെയും പോകുന്നു. ഇതുണ്ടോ ശരിക്കും വൺ സൈഡ് മല തന്നെയാണ്. ഓക്കെ, പാറക്കിട്ട് താഴത്തേക്ക് കുറെ ഇത്. നമ്മള് ഉണ്ടോ അവിടെ എന്തൊക്കെയോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്തെങ്കിലും കോഴി ഫാം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേണേ ഒന്ന് കയറി നോക്കാം. കൊട എടുക്ക്. ഇതുണ്ടോ ചുറ്റിലും മലയാണ്. നമുക്ക് ഇതിന്റെ മേലേക്ക് വണ്ടി കയറ്റിയാലോ? മറ്റേ എന്താണ് ആ ടാറ്റയുടെ ഒരു വണ്ടി കയറിയില്ലേ എന്ന പോലെ. നമ്മുടെയും ഒരു കുഞ്ഞു ടാറ്റ വണ്ടിയാണ് ഇത്. വേണ്ട, അത് മറ്റേ ക്ലച്ച് പ്ലേറ്റ് ഒക്കെ തേനില്ലാതാവും. വെങ്ങനൂരിനകത്ത് മാട്ടുമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ ഈ വഴിയിലൂടെയൊക്കെയാണ് കാർ ഓടിച്ചു കൊണ്ടുവന്ന് ഇതിവിടെ നിർത്തിയിട്ടുള്ളത്. 2x2 വണ്ടികളൊക്കെ ഓടും. 4x4 വേണമെന്നില്ല, കാരണം അത്ര ടാസ്ക്കുള്ള വഴികളൊന്നുമല്ല. കാരണം ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആൾ താമസമുള്ള ഒരു ഏരിയയാണ്. മാത്രമല്ല ഈ നിൽക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞാൻ വിചാരിച്ചത് അതൊരു ആട്ടുംകൂടാണ്, കാരണം കുറേ ആടുകളൊക്കെ അവിടെ മേയുന്നുണ്ടായിരുന്നു. പക്ഷെ ആട്ടുംകൂടായിരുന്നില്ല. അവിടെ ഒരു ഗുസ്തി പഠിപ്പിക്കുന്ന എന്തോ ഒരു സെറ്റപ്പ് തുടങ്ങിയിട്ട് അവരത് നിർത്തിപ്പോയതാണെന്നാണ് പറഞ്ഞത്. സ്ഥലം ഇപ്പോഴും അവരുടെ തന്നെയാണ്. ഏതൊരു കോറി ടീമാണ് അത്രേ. അവിടെ നിന്നൊരു ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനാണ് ഡീറ്റെയിൽസ് പറഞ്ഞതെന്ന്. ഇമാനുവൽ അങ്ങനെ എന്തോ ഒരു കോറി ടീമിൻ്റെയാണ്. ഇത് കുറച്ച് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. അവരുടെ ബൗണ്ടറി ഇതാ കണ്ടോ, ഇതിങ്ങനെ അതിനപ്പുറത്തേക്കാണ് അവരുടെ സ്ഥലം. അതിനിപ്പുറത്തേക്ക് ഞാൻ ഈ നിൽക്കുന്നത് ആരുടെയാ മറ്റേ ഫോറസ്റ്റിൽ പെടുന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ താഴത്തേക്ക് കമ്പി വലിങ്ങനെ കെട്ടിയിട്ട് വലിയൊരു ഏരിയ ഈ പറയുന്ന കോറി ടീംസിൻ്റെയാണ്. ബാക്കി ഇവിടെ ഉള്ള കാഴ്ചകൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതൊക്കെ ഞാൻ നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. തുടർന്ന് കണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ട് ആസ്വദിക്കുക. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത. അതായത് ശരിക്കും ആ ക്ലൈമറ്റിലാണ് വരേണ്ടത്. മൺസൂൺ ടൈമിലാണ് വരേണ്ടത്. മഴക്കാലത്ത് വരണം. ഇപ്പോൾ മഴ സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി എന്തായാലും ഒരു 2-3 മാസത്തേക്ക് 3-4 മാസത്തേക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും ഇവിടെ കാണാനും ഇവിടെ വന്ന് ഇരിക്കാനും. ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നൊരു സ്ഥലം കൂടെയാണ്. പക്ഷേ ഈ ഏരിയയിലേക്ക്, ഈ സൈഡിലേക്ക് വന്നിട്ടില്ല. സാധാരണ റോഡിൻ്റെ ആ സൈഡ് അപ്പുറത്തേക്കാണ് പോവുക. ഈ സൈഡ് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരുപാട് കൃഷിക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. കൃഷിസ്ഥലം കൂടെയാണ്. ഭയങ്കര അതിമനോഹരമായിട്ടുള്ള എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇതുപോലെയൊക്കെ ഒരു സ്വന്തമായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു അറ്റ്ലീസ്റ്റ് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒരു 4-5 ഏക്കർ സ്ഥലമെങ്കിലും, അതും അല്ല ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ, 4-5 ഏക്കർ സ്ഥലമെങ്കിലും അറ്റ്ലീസ്റ്റ് വളരെ പെട്ടെന്ന് മേടിക്കണം. അവിടെ കൃഷിയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഈ ആട് മൊത്തം നേരത്തെ ആ കൂട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ആട്ടും കൂടാണെന്ന് തെറ്റിദ്ധരിച്ചത്. ഞാനും വിചാരിച്ചു നീ എന്താ ഫോണല്ല എനിക്കിങ്ങനെ കൊടയൊക്കെ ചൂടി. അത് കൊള്ളാലോ. അപ്പൊ ഞാൻ എങ്ങോട്ട് പോയാലും നീ കൊടയും കൊണ്ട് പിന്നാലെ വരും. എന്നാ കമോൺ ഫോളോ മീ.
വഴിക്ക് വീഴരുത്. ഇത് എവിടെ ഒരാൾ കിടക്കുന്നുണ്ടോ? അയ്യോ കുത്താൻ വരുമോ? ഇവിടെ ഡേഞ്ചറാണ്. ഇവിടെ ഓൾറെഡി കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇത് പാറയൊക്കെ പൊട്ടിച്ചിട്ട് കുളം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അയ്യോ അതിന്റെ മേലേക്ക് പോകണമായിരുന്നു. അപ്പുറത്ത് വഴിയുണ്ട്, അതിലേ പോയാലോ? അതെന്താണെന്നറിയാൻ. അവിടെ ആളുകളുണ്ടോ? ഇല്ല. അവിടെ ആട് ഫാമാണ്. അത് കുറെ ആടുകളുണ്ട്. ഒരാളും ഉണ്ട് അവിടെ ഒരാളുണ്ട്, കുറെ ആടുകളുണ്ട്. ഓക്കെ, ഇതാണ് മാട്ടുമല. ആലത്തൂർ വെങ്ങന്നൂരുള്ള മാട്ടുമല. ആഹാ നല്ല സുഖസുന്ദരമായ വെള്ളം. പോത്ത് നമ്മളെ കണ്ടിട്ട് എഴുന്നേക്കാൻ തയ്യാറാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മേലേക്ക് പോകാം. ഷൂ അയച്ചിട്ട് വേണേ വണ്ടി വെച്ചോ, എന്നിട്ട് വന്നാലും ഗുഡാണ്. അല്ലെങ്കിൽ ഷൂ ഒരു കൈ പിടിക്കും, കൈ ഇങ്ങനെ തൂക്കി പിടി, രണ്ടുപേരിൽ തൂക്കി പിടി. അതാണ് നിൽക്കുന്നത് നമ്മുടെ വണ്ടി. മാട്ടുമലയുടെ പല 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 ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഈ വഴിയിലേക്ക്, അതായത് ഈ ഒരു ഏരിയയിലേക്ക്, ഇത് ഭയങ്കര ഇങ്ങനെ പരന്നു കിടക്കുന്നൊരു മലനിരകളാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ 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 മുട്ടക്കുന്നുകൾ, അതിൻ്റെ ഇടയിൽ ഇതുപോലെ വഴികൾ, അതിൻ്റെ ഇടയിൽ ഇതുപോലെ വീടുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നല്ല രസമാണ് ഇവിടെ. മൺസൂൺ സീസൺ, മഴക്കാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയും വീടുണ്ട്. ഇതെല്ലാം കുറേ പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ താഴെയാണ് ആ കുളം. അവിടെ ആളുകൾ കുളിക്കണമെന്നൊക്കെ പറഞ്ഞത്. വീടുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ വീടല്ലേ. നൈസ്. ഇത് കോറയാടാ. കല്ല് പൊട്ടിച്ചിട്ട് ബാക്കി ഇങ്ങനെ ബണ്ട് പോലെ ആക്കിയിട്ട് വെള്ളം സംഭരിച്ച് വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. മഴക്കാലത്ത് മാത്രം ഇതിങ്ങനെ നിൽക്കും. ചിലപ്പോൾ അവർ തന്നെ ചെയ്തായിരിക്കുമല്ലേ കൃഷിക്ക് വേണ്ടിയിട്ട്. ആ ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ആഴുണ്ടെന്ന് പറയണത്. അതായത് ഇവർ കൃഷിക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്ത് മാനുവലി ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്, നാച്ചുറലി ഉണ്ടായതല്ല. ഇമാനുവൽ എന്ന് പറയുന്ന ഒരു ട്രഷറി കോറി ടീംസിൻ്റെയാണ് ഈ ഏരിയ മൊത്തം. താഴെ ഇങ്ങനെ ഈ ബൗണ്ടറി അല്ല, ഇതിൻ്റെ താഴെ വേറെ ബൗണ്ടറി ഉണ്ട്. ഇതിങ്ങനെ താഴെ ചുറ്റിലും ചുറ്റി അങ്ങനെ വലിയൊരു ഏരിയ ആണെന്നാണ് പറഞ്ഞത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത്. ഇങ്ങനെ ടേബിളും ചെയറൊക്കെ ആയിട്ടുള്ള കോൺഫറൻസ് ടേബിൾ പോലെ ഒരു സെറ്റപ്പാണ്. അതായത് പിള്ളേർ ചാടുന്നില്ല. പിള്ളേർ ബോട്ടിൽ ഇടുപ്പിൽ ബോട്ടിലൊക്കെ കെട്ടിയിട്ട് ചാടി നീന്തൽ പഠിക്കുന്നു. സെറ്റപ്പ് ഇപ്പം ചാടും. അത്രയുള്ള അപ്പോൾ ഇത് മറ്റേ ആ ഒരു ആട്ടുംകൂടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. ആട്ടുംകൂടല്ല, അത് ആക്ച്വലി മറ്റേ എന്താണ് ഒരു ഗുസ്തിയുടെ എന്തോ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. എന്തോ സെറ്റപ്പാണെന്നാണ് പറഞ്ഞത്. ഗുസ്തി പഠിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം. എടാ അത്ര ആഴുള്ളോ?
ആ ശരിക്കും കോറി പോലെയാണല്ലോ. ഐ മീൻ ഇവിടത്തേക്കൊക്കെ നല്ല ആഴമുണ്ടാവും. അവിടുത്തെ ചേട്ടൻ നല്ല ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പിള്ളേർ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ അത്ര ആഴമുള്ളതായിട്ട് തോന്നുന്നില്ല. കണ്ടോ കണ്ടോ നല്ല ആഴമുണ്ടെന്ന് പിള്ളേർ പറയുന്നുണ്ട്. പിള്ളേർ സീനിട്ട് തുടങ്ങി. നമ്മൾ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം കണ്ടോ ചേട്ടൻ്റെ ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണത്. ആലോചിച്ച് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ് ഇതുപോലൊരു പ്രകൃതി മനോഹരമായ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ ചെയ്ത്, റിസോർട്ട് പോലെയൊക്കെ ചെയ്ത്. ഇത് അവരുടെ ബൗണ്ടറി അത്രേ. ഇത് കണ്ടോ, ഈ കമ്പിയിൽ കെട്ടിയിരിക്കുന്നത് അവരുടെ ബൗണ്ടറിയാണ്. ഇങ്ങനെ പോവും. ഞാൻ വീണ്ടും ക്രോസ് 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 ഓക്കെ. നല്ല രസമല്ലേ? ആലത്തൂര് നോക്കൂ, പ്രകൃതി മനോഹാരിത എന്ന് പറഞ്ഞാൽ അധികം. അതിന് നിങ്ങൾ പാലക്കാട് ഒക്കെ വരണം. ബാക്കിയുള്ളവരെ ഇല്ല എന്നല്ല, ഇതും ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. സാം അപ്പോൾ ബാക്കി വീഡിയോ ഇവിടെ കാണും. ഞാൻ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിൻ്റെ മുകളിലേക്ക് പോയിട്ടും അവിടെ താഴെ ഒരു കുളമൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ടും വരും.